ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് സുനാമി കോളനിയിൽ അജ്ഞാതർ വീടിന് തീവെച്ചു. നാട്ടുകാർ ഓടിക്കൂടി തീയണച്ചു. രായമരക്കാർ വീട്ടിൽ ഫിനാഫിന്റെ വീടാണ് അഗ്നിക്കിരയാക്കാൻ ശ്രമിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. തീ ആളിപ്പടരുന്നത് കണ്ട് നാട്ടുകാർ ഓടിയെത്തി തീ അണയ്ക്കുകയായിരുന്നു. ഇതോടെ വൻ ദുരന്തമൊഴിവായി. ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ ഇവിടെ സൂക്ഷിച്ചിരുന്നു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഇവിടെ റിഫൈൻ റാത്തീബ് ചടങ്ങ് നടന്നിരുന്നു. ഇതേസമയം സ്ഥലത്തെത്തിയ ബദറു എന്നയാൾ പരിപാടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടിരുന്നതായി ഷാനിഫിന്റെ സഹോദരൻ ഹുസൈൻ പറഞ്ഞു. ഇതോടെ ഇയാളെ നാട്ടുകാർ ഇടപെട്ട് തിരിച്ചയച്ചു. എന്നാൽ വീണ്ടും സ്ഥലത്തെത്തിയ ബദറു വീടിനകത്തു കയറി കസേരകൾ തകർക്കുകയും തന്നെ സോഡാ കുപ്പി കൊണ്ട് തലക്കടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. താൻ ഒഴിഞ്ഞുമാറിയതോടെ തന്റെ ഭാര്യയ്ക്കാണ് കുപ്പി കൊണ്ടുള്ള അടിയേറ്റത്. ഇതോടെ പരിക്കേറ്റ ഭാര്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നതായും സംഭവത്തിൽ ചാവക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നതായും ഹുസൈൻ പറഞ്ഞു. നമ്മള് 2-ാം തീയതി നമ്മുടെ വീട്ടിലൊരു റീപ്പായിറാത്തി നടക്കിയിരുന്നു. ഈ റീപ്പായിറാത്തി നടക്കുന്ന സമയത്ത് ഒരു 9:30-9:45 സമയത്താണ് ബദറു എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് പരിപാടി നിർത്തി വെക്കണം എന്നിട്ട് വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന 2-3 വട്ടം ഇയാളെ അവിടെയുള്ള ജനങ്ങൾ തന്നെ ഒഴിവാക്കി വിട്ടതാണ്. തള്ളിയിട്ടൊക്കെ പുറത്തേക്കാക്കി. വീണ്ടും ഇവൻ പരിപാടി നിർത്തണം എന്നിട്ട് മജ്ലിസിലേക്ക് കയറി വരുന്നതോട് കൂടിയിട്ട് പിന്നെ വരുന്നത് വീടിൻ്റെ അകത്തിട്ടാണ്. വീടിൻ്റെ അകത്ത് വന്നിട്ടാണ് ഇവന് 2 കസേര അടിച്ച് പൊട്ടിച്ച് അതുപോലെ എന്നെ ആക്രമിക്കുക തലക്കടിച്ചതാണ് സോഡ കുപ്പിട്ട്. അപ്പോൾ നമ്മൾ ഒഴിഞ്ഞു മാറിയപ്പോഴാണ് എൻ്റെ വൈഫിന് അടി കിട്ടണതും വൈഫ് അപ്പം തന്നെ തല ഇറങ്ങി വീണു ഹോസ്പിറ്റലിൽ രാജ്യയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചാവക്കാട് SIക്ക് ഫോൺ ചെയ്തു. SI വന്നിരുന്നു. SI വന്നതിന് ശേഷമാണ് ഞങ്ങൾ ആംബുലൻസിൽ വൈഫിനെ കൊണ്ടുപോകുന്നത്. തന്റെ മകനെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് ഇയാൾ നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നതായി ഷിനാഫിന്റെ മാതാവ് താഹിറ ആരോപിച്ചു. ഞാൻ എൻ്റെ ടീഷർട്ടിന് ചുവന്ന ഇതുണ്ടെങ്കിൽ ഞാൻ അവനെ പച്ചക്ക് ഞാൻ കത്തിക്കുള്ളൂ. അത് അവനിപ്പോൾ പെരൊന്ന് തീ കൊടുത്തിട്ടുണ്ട്. അത്ര ഉള്ള അവനക്ക്. ഇന്നിപ്പോൾ അവന് ഓടി നടക്കുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് വരുന്നുള്ള ഒരു പേടിക്കാണ് ഇരിക്കുന്നത്. വീട് അഗ്നിക്കിരയാക്കാൻ ശ്രമിച്ച വിവരമറിഞ്ഞ ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ആലുകാരൻ ജ്വല്ലറി, മുത്തൻമാവ്, ഒരുമനയൂർ, മുതുവട്ടൂർ, ചാവക്കാട്, വില്യംസ്, ഒരുമനയൂർ. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്. ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്. പ്ലാറ്റിനം പോലെ സിൽവർ. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.